വീട്ടിൽ നല്ല മാങ്ങ ഇരിപ്പുണ്ടോ? എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? ട്രഡീഷണൽ മാംഗോ അച്ചാറാണ്. ഇതിന് ഉണക്ക മാങ്ങ അച്ചാർ എന്ന് പറയാം. ഇപ്പൊ ജെൻസി സ്റ്റൈലിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സൺ കിസ്ഡ് മാംഗോ അച്ചാർ എന്ന് വിളിക്കാം. സോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് മാങ്ങ കട്ട് ചെയ്ത പീസസ്, അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളകും പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്തിട്ട് 2-3 ഡേയ്സ് ഉണക്കാൻ വെക്കാം. ഇതാണ് മെയിൻ സീക്രട്ട്. ഈ ഉണക്കിയ മാങ്ങയ്ക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനേക്കായിട്ട് ഗ്രീൻ ചില്ലി, ഗാർലിക്, ജിഞ്ചർ ഇതൊക്കെ നല്ല സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, പെപ്പർ, ജീരകം എല്ലാം നല്ലോണം റോസ്റ്റ് ചെയ്യാം. നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മെയിനായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. സോ അതിനാക്കിയിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നല്ല എണ്ണ ഒഴിക്കുക. നല്ലെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക്, ഗ്രൈൻഡ് ചെയ്ത മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഞാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 3 സ്പൂണ് അച്ചാർ പൗഡർ, 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇത് നന്നായി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത സ്പൈസസും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സാൾട്ടും ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്യാം. വിനെഗർ നന്നായി ബോയിലായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആ ഉണക്കി വെച്ച മാങ്ങ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. എണ്ണ കുറവ് തോന്നിയാൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ആഡ് ചെയ്യുക. അതുപോലെ വിനെഗറും നിങ്ങൾക്ക് ചൂടാക്കി ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സൂപ്പർ ടേസ്റ്റി ലോങ് ലാസ്റ്റിംഗ് അച്ചാറാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.